ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്കൊരു ദിവസം കൂടി ദാനമായി നൽകിയല്ലോ. ഈ 2024 വർഷം നവംബർ മാസം 21 വ്യാഴാഴ്ച പ്രഭാതം കർത്താവ് നമുക്ക് ആയുസ് മാർഗി നൽകി നമ്മെ എഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ വിശുദ്ധ വിളിയാൽ പരമ വിളിയാൽ ഇന്ന് പകൽ നമ്മളെ എഴുന്നേൽപ്പിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ ദിവസം ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിച്ച് ആരംഭിക്കാൻ ദൈവാത്മാവ് നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മളെ അയക്കുന്ന സ്ഥാനത്ത് ഉള്ളെങ്കിൽ കർത്താവ് വായിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മുടെ ഈ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നല്ലോ. പ്രത്യേക കർത്താവ് ദാസൻ സ്തോത്രം. ഹല്ലേലൂയ. തോമസ് പാസ്റ്ററിനായി സ്തോത്രം ചെയ്യാം. ബിനോ ആൻറ്റിക്കായി സ്തോത്രം ചെയ്യാം. ദാനം നൽകിയ മക്കൾക്കായി സ്തോത്രം ചെയ്യാം. ഫീബിക്കായി സ്തോത്രം ചെയ്യാം. തിമോഥെയോസിനായി സ്തോത്രം ചെയ്യാം. വിനീതിനായി സ്തോത്രം ചെയ്യാം. കുടുംബമായി കർത്താവ് അവർ ഈ ദേശത്ത് ആക്കി വെച്ചല്ലോ. അവർ ഉള്ളെങ്കിൽ കർത്താവ് വഹിച്ചല്ലോ. സ്തോത്രം. ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയും കർത്താവ് ഉള്ളെങ്കിൽ വഹിച്ചല്ലോ. നാളുകളെല്ലാം കർത്താവ് അത്ഭുതമായി ദൈവസഭയെ നടത്തി. ഹല്ലേലൂയ. ദൈവദാസന്മാരെ ഓരോ സമയങ്ങൾ അയച്ച് നിയോഗത്താൽ ആത്മനിയോഗത്താൽ കർത്തദാസന്മാർ ദൈവസഭയെ നയിക്കുവാൻ സന്നദ്ധ പ്രവർത്തനം നയിപ്പാനൊക്കെ കർത്താവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. കർത്തദാസൻ സ്തോത്രം. മിനുചിനെ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യാം. സൂസൻ ആൻറ്റിക്കായി സ്തോത്രം ചെയ്യാം. തലമുറകൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവസഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആഗ്രഹിച്ചല്ലോ. 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം പകൽ സമയം നമുക്ക് ചുരുക്കം ജനമായി വരിക. കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. യാത്രയിലായിരിക്കുന്ന അതായത് ദൈവമക്കളെയും കർത്താവ് സമയത്ത് കർത്താവ് കൂട്ടി വരുത്തുവാം. നമുക്ക് ദൈവസന്നിധി ഓർത്ത് പ്രാർത്ഥിക്കാം. കടന്നു വന്ന ഓരോരുത്തർക്കും ദൈവസന്നിധി ഹല്ലേലൂയ ദൈവസന്നിധി നമ്മളെ ആയിരിക്കുന്ന അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, ബലമായി തീരുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയങ്ങൾക്ക് കർത്താവ് നമ്മൾ ബലം കൽപ്പിക്കുവാൻ, ഹല്ലേലൂയ ദൈവ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുവാൻ കാരണമായി തീരുവാൻ ഒരു ഉറപ്പും ധൈര്യം ഇന്ന് പകൽ പ്രാപിച്ചു പോകാൻ ദൈവാത്മാ നമ്മളെ സഹായിപ്പാൻ. മാത്രമല്ല നാം ഇവിടെ കൂടെ വന്നിരിക്കുന്ന ഉപസിക്കുന്ന ദൈവദാസനും ദൈവാസിയും അതേ മറ്റുള്ള ദൈവമക്കളെല്ലാം കർത്താവ് ഇവിടെ അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ കുടുംബത്തിൻ്റെ വിഷയത്തിന്മേൽ അവരുടെ ഭാരങ്ങൾ നന്നായി അറിയുന്ന ദൈവപ്രവൃത്തി അവർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തുവാൻ, ദേശത്തുമേൽ കർത്താവിന് വെളിച്ചം പകരുവാൻ. ഹല്ലേലൂയ സ്തോത്രം. തടഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ മടുപ്പിൻ്റെ അനുഭവങ്ങളെല്ലാം മാറ്റി പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകൾ കർത്താവിന് വേണ്ടി നിന്ന പോലെ വീണ്ടും ക്രിസ്തു എന്ന പാറയിൽ പിതാവായ ദൈവം നമ്മളെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് ദാവീദ് നൽകിയ പുതിയ പാട്ടുകളെ ശ്രുതി പാടിക്കൊണ്ട് ഹല്ലേലൂയ കർത്താവിനെ ഓടുമാറാക്കുന്ന കർത്താവിനെ ഓടിക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഓടുവാൻ തന്നെ ഹല്ലേലൂയ ഞാൻ മതിൽ ചാടി കടക്കും എന്ന് ദാവീദ് രാജാ പറയുന്ന പോലെ സ്തോത്രം. എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും ഭയപ്പെടുന്ന അനുഭവമുണ്ടെങ്കിലും മടുപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, മറ്റുള്ളവരെ കണ്ടല്ല ദൈവമുഖം കണ്ട് ഓടുവാൻ കർത്തനാത്മാവിൻ്റെ പകൽ നമ്മളെ ഒരു പുതിയ ബലത്താൽ നിറയ്ക്കുവാൻ, ആത്മശക്തിയാൽ നിറയ്പ്പാൻ, ആത്മധൈര്യത്താൽ ദൈവാത്മാവ് നമ്മൾ നിറയ്ക്കുവാൻ, നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ. അത് ദൈവത്തിന് ഹിതമാണല്ലോ. സ്തോത്രം. അതിൽ നാം മറ്റനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, അയൽവാസികൾക്ക് രക്ഷിക്കപ്പെടാൻ, നമ്മുടെ കുടുംബക്കാർക്ക്, ചാർച്ചക്കാർക്ക് എല്ലാം കൂട്ടുകാർക്ക് എല്ലാം നാം ഒരു അനുഗ്രഹമായി തീരുവാൻ, ഒരു ആശ്വാസമായി തീരുവാൻ. പ്രൈസ് ദി ലോർഡ്. വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഭവനങ്ങളിൽ അതേ സ്വന്തം ആലയങ്ങളിലൊക്കെ സ്വന്തം ടിവിയും ഇന്റർനെറ്റും റേഡിയോ വഴിയും ഒക്കെ നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളും കർത്താവ് ഒരുമിച്ച് അതേ അനുഗ്രഹിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നമ്മളെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ, ബലപ്പെടുത്തുവാൻ ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായ ഒന്നുമില്ലല്ലോ. അസാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി, ലോകമെമ്പാടുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി, കർത്തദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് വലിയ പ്രവൃത്തി ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ കരം നീട്ടി സൗഖ്യമാക്കുന്ന, കരം നീട്ടി വിടുവിക്കുന്ന, കരം നീട്ടി കർത്താവ് ഹല്ലേലൂയ ധൈര്യപ്പെടുത്തുന്ന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇബന ശംദര അഖബാർ ഇബന ജിഗബേർ ബലെ സകദാറുവല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ വിശ്വാസി കുടുംബങ്ങളും, ഓരോ കർത്തദാസന്മാരും കുടുംബങ്ങളും, ഓരോ സഭകളും, ഓരോ ദേശവും അവർക്ക് ആവശ്യമുള്ള നന്മ, അവർക്ക് ആവശ്യമുള്ള ആത്മബലം, ആത്മധൈര്യം, ആത്മശക്തി ഇന്ന് പകൽ ദൈവാത്മാവർക്ക് നൽകുവാൻ. ഹല്ലേലൂയ. വചനത്തിന്റെ ഹല്ലേലൂയ അതേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അനുഗ്രഹങ്ങൾ, വചനത്തിന്റെ ആശ്വാസങ്ങൾ, വചനത്തിന്റെ സമാധാനം ഹല്ലേലൂയ ഓരോരുത്തരും ലോകമെമ്പാടും ജീവിതങ്ങൾ അനുഭവിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ ക്ഷമനാധികല ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ആക്കി വെച്ച എടുത്ത് ഹല്ലേലൂയ നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവാത്മാവ് നമ്മെ ശക്തിയിരിപ്പാൻ. സ്തോത്രം. നമ്മൾ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാജാവും കർത്താവുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2024 വർഷം നവംബർ മാസം 21 വ്യാഴാഴ്ച കർത്താവേ പകൽ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന
ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കഴിയുന്ന നാളുകൾ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളെ മരുഭൂമി യാത്രയിൽ ദിവ്യ ശക്തിയാൽ കർത്താവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാം അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിന് ഞങ്ങൾ അനുരൂപരായി തീരാൻ വേണ്ടിയാണല്ലോ എന്ന കർത്താവേ പത്രോസിന്റെ ലേഖനങ്ങൾ വായിക്കുന്ന പോലെ. അപ്പോൾ അങ്ങയുടെ സ്വഭാവത്തിന് അനുരൂപരായി തീരുവാൻ ഞങ്ങൾ ഓരോ ദിവസവും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പലപ്പോഴും വീഴ്ചകൾ വന്നിട്ട് നിങ്ങൾ സമ്മതിക്കുന്നപ്പാ, അല്ലെങ്കിൽ കുറവ് വന്നിട്ട് നിങ്ങൾ സമ്മതിക്കുന്നു. അങ്ങെപ്പോലെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങയുടെ പ്രിയ മക്കളായി തീരാൻ പറ്റാത്ത അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ട് ഞങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷങ്ങൾ ഞങ്ങൾ സമ്മതിക്കുന്നപ്പാ. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ കർത്താവേ അത് സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ അവർ ഏറ്റു പറഞ്ഞല്ലോ. അതാ വചനം ഞങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതേപ്പാ ദൈവസന്നിധിയിൽ അവർ കടന്നു വന്നപ്പോഴൊക്കെയും അവർ ഏകരായിട്ടോ അതേ സഭയായിട്ടോ കൂട്ടമായിട്ടൊക്കെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച സമയങ്ങളെല്ലാം അവർ കുറവുകൾ ഏറ്റു പറയുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടായെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏറ്റു പറയുന്ന നിമിത്തമായിട്ട് ദൈവപ്രവൃത്തി ഉണ്ടല്ലോ, ആത്മശക്തി ഉണ്ടല്ലോ, ആത്മാവിന്റെ വ്യാപാരം ഉണ്ടല്ലോ, അനുഗ്രഹം ഉണ്ടല്ലോ. അടിയങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എസ്രാ പറയുന്നു. ഞങ്ങൾ ദാസന്മാരാകുന്നു, നിങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ദാസത്തിന്റെ അനുഭവത്തിൽ ഞങ്ങളെ കൈവിടാതെ, ഞങ്ങളെ ഉപേക്ഷിക്കാതെ ആ നിത്യ സ്നേഹത്താൽ ഇന്ന് പകലും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ കൃപയ്ക്കായി സ്തോത്രം. ആ സ്നേഹത്തിന് ആഴവും നീളവും ഉയരവും വീതിയും ഇന്ന് പകൽ അനുഭവിപ്പാൻ ഞങ്ങളോട് കരുണാണിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആയുസ്സുമാരി നൽകിയതിനായി സ്തുതിക്കുന്നു. നൽകിയ എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം. ഭവനങ്ങൾക്കായി സ്തുതിക്കുന്നു. അതാ ജോലിക്കായി സ്തോത്രം. ദാനം നൽകിയ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബജീവിതത്തിനായി സ്തുതിക്കുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം. കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്നു. ദേശത്തിനായി സ്തോത്രം ചെയ്യുന്ന, സമ്പത്തിനായി സ്തോത്രം, വാഹനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന, ദൂരദേശ അയക്കുന്ന ഞങ്ങളുടെ കർത്തദാസന്മാർക്ക് ദൈവമക്കൾക്കായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചോദിക്കാത്ത എത്രയോ എത്രയോ നന്മകൾ, എണ്ണിയാ തീരാത്ത നന്മകൾ അങ്ങ് ഞങ്ങൾക്ക് നൽകില്ലപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടും പലപ്പോഴും ഞങ്ങൾ നന്ദിയില്ലാത്തതായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ പകൽ താവേ ഞങ്ങൾ കുറവ് ക്ഷമിച്ച് ഒരു ആത്മശക്തിയാൽ അങ്ങയുടെ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ ബലത്താൽ ഞങ്ങൾ നടക്കണമേ. ജീവന ബലത്താൽ ഞങ്ങൾ നടക്കണമേ. അതാവേ വചനങ്ങളെ ഞങ്ങൾ ഓർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നിങ്ങൾ മറന്നുപോകാണല്ലോ. എന്നതാവേ ഞങ്ങൾ ഓർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മറന്നുപോയി ഞങ്ങളുടെ വചനങ്ങളെ ഓർപ്പിച്ച് ഉണർത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ ഞങ്ങളുടെ ദാസും ദാസിയും പരദേശീയ പാർക്കിന് ഈ ഭവനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവർ കുടുംബജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നാളുകൾ താവ് ഉള്ളങ്കൈ കർത്താവ് വഹിച്ചല്ലോ. താവ് വീണു പോകുന്ന സ്ഥാനത്തെല്ലാം, ചിതറിപ്പോകുന്ന സ്ഥാനത്തെല്ലാം അങ്ങുള്ളങ്കയിൽ വഹിച്ചത് ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. അതിൽ കർത്താവിന്റെ സ്നേഹത്താൽ ആത്മശക്തിയെ നിറച്ച് അവരെ ഇന്നയോളം വൈദ്യുതി കൃപയ്ക്കായി സ്തുതിക്കുന്നു. വീണ്ടും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നൽകി രണ്ടത്തോളങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദീപിക്കും താവ് കുടുംബത്തിനായി സ്തോത്രം. തിരുവനന്തപുരത്തിൽ അവിടെ ദൈവസഭയ്ക്കായി ദാവേ സദനം വേണ്ടി പിൻബന്ധ പ്രവർത്തിക്കുകയാണല്ലോ. അവർ ജോലിക്കായി സ്തോത്രം, സമ്പത്തിനായി സ്തുതിക്കുന്നു. മാതാവിനായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീതിനായി സ്തോത്രം ചെയ്യുന്ന മകന്റെ പരീക്ഷ ദിവസം നടക്കുകയാണല്ലോ. കർത്താവ് ഇന്നും കടന്നു പോയിരിക്കുന്നു. അങ്ങനെ ആത്മാവ് ബലപ്പെടുത്തണമേ. മകനെ താവ് നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാനമാണല്ലോ. അതായത് പരിപാലിപ്പാൻ അങ്ങേക്ക് മാത്രം കഴിവുള്ളൂ. അതാവ് രണ്ട് കുഞ്ഞുങ്ങളെയും അങ്ങനെ കൈകൾ സമർപ്പിച്ചിരുന്ന പകല് വീണ്ടും നിങ്ങൾ സ്തോത്രം ചെയ്തവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി അങ്ങേയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അങ്ങയുടെ ഹിതപ്രകാരം ആ കുഞ്ഞുങ്ങളായി തീരുവാൻ, അവർ കുടുംബമായി തീരുവാൻ കർത്താവ് പൂർണ്ണമായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ താവേ സ്വതന്ത്രിൽ പഠിക്കുന്ന താവേ കോളേജിന് അനുഗ്രഹമായി തീരുവാൻ, അവർ ജോലി സ്ഥലങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, അവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, അവർ സഭകൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ആത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ പ്രത്യേക ദൈവസഭയ്ക്കായി സ്തുതിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സകലയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ താവേ പ്രാർത്ഥിക്ക് വന്നവർക്കായി സ്തോത്രം. അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഭാരങ്ങളെ ചുമക്കുവാൻ, അതേപോലെ നാളത്തോട് ഞങ്ങളെ ഭാരങ്ങൾ ചുമക്കുന്ന സർവശക്തന്റെ അടുക്കളാണല്ലോ ഞങ്ങൾ പകൽ സഭയായി വന്നിരിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ, അതെല്ലാം മറന്ന് എല്ലാ വേദങ്ങളും ഭാരങ്ങളും മറന്ന് പഴയതെല്ലാം മറന്ന് താഴ്ന്ന പകൽ അതേപ്പാ സ്തോത്രം സകലം മറന്നുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ താവേ നന്മ പ്രവൃത്തി മാത്രം ഓർത്തുകൊണ്ട് ഇന്ന് സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവ് ആത്മാവിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, വചനം ധ്യാനിപ്പാൻ, അതാവ് പല വിഷയങ്ങളോട്ട് മധ്യസ്ഥ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ നയിപ്പാനും അതാവേ സന്ധ്യയിലെ പ്രവർത്തനം നയിപ്പാനും അങ്ങനെ ആത്മനിയോഗത്താൽ അങ്ങ് അയച്ച തങ്ങളുടെ ദാസൻ പാസ്റ്റനായി സ്തോത്രം ചെയ്യുന്നു. ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ കുടുംബജീവിതത്തിനായി സ്തുതിക്കുന്നു. നൽകിയ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, മക്കൾക്കായി സ്തോത്രം. ആ കുഞ്ഞുങ്ങളെ താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കായി
സ്തോത്രം. കുടുംബജീവിതമായിരിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് ആയിരിക്കുന്ന സ്ഥാനത്ത് അവർ അനുഗ്രഹമായി തീരുവാൻ ദൈവാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. രോഗികൾക്കായി പ്രാർത്ഥന ദൈവസഭയിൽ രോഗികളായിരിക്കുന്നവർക്കായി, അതേപോലെ വാർത്തകൾ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ജോലിക്ക് പോയ നിങ്ങൾ സഹോദരിമാർക്കായി സ്തോത്രം. കർത്താവേ വിദ്യാഭ്യാസത്തിൽ പോയ കുഞ്ഞുങ്ങൾക്കായി യൗവനക്കാർക്കായി സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ള ദേശങ്ങൾ കർത്താവേ വേലയ്ക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി പോയവർക്കായി സ്തോത്രം. ആ ദേശത്തും കർത്താവരെ സഹായിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം. ജോർജ് കൊടി പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. സ്തുതിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം. അലക്സാണ്ടർ പാസ്റ്റർ കർത്താവേ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന ദുർദേശ മക്കളുടെ അടുക്കലായിരിക്കുന്നു, അവരെയും കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മറ്റുള്ള ജിരി പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം. മറ്റുള്ള എല്ലാ ദേവദാസങ്ങളുടെ കൈകൾ സമർപ്പിക്കുന്നു. കർത്താവ് ദൈവപ്രവർത്തിക്കായി സ്തോത്രം. സെൻട്രലാവേ ദേവദാസന്മാർക്കായി ഓരോ സഭകൾക്കായി അതാവേ ഓരോ പ്രാദേശിക സഭകൾക്കായി സ്തോത്രം ചെയ്യുന്ന സെൻട്രലിനോട് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ അധ്വാനിപ്പാൻ അവരെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ വിഷയങ്ങൾ മാത്രമല്ല അവരെല്ലാം ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ താവേ വിഷയങ്ങൾ ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും ഞങ്ങളുടെ ഈ ഉപവാസ പ്രാർത്ഥന ഹല്ലേലൂയ ഞങ്ങൾക്കൊരു അനുഗ്രഹം പോലെ തന്നെ താവ് അവരെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ താവ് ജീവിതങ്ങൾക്കായി അയൽവാസികൾക്കായി താവ് കുടുംബത്തിന് താവ് ആൻറ്റിയോ താവ് പാസ്റ്ററേയും കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന അവരാരും നശിക്കുവാൻ വിശ്വാസം ഇല്ലാത്തവർ ദൈവത്താവ് ഈ നാളുകൾ വിശ്വാസം വരുവാനും ഉള്ളവർ താവ് വിശ്വാസം ഉറച്ചെടുപ്പാൻ സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവസന്നിധിക്ക് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. 3 ദിവസത്തെ പകലത്തെയും വൈകിട്ടത്തെയും ഓരോ സെക്ഷനും ഓരോ താവേ കൂട്ടായ്മയും വലിയ അനുഗ്രഹവും വിടലായി തീരുവാൻ ബലമേറ്റെടുപ്പാൻ കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 21 ദിവസം ദൈവസന്നിധി ഇരിപ്പാൻ ദൈവസഭ കർത്താവ് സഹായിച്ചു. അതാവ് എന്നാൽ അത് പോരല്ല. അപ്പം വീണ്ടും അല്പദൈവത്താവേ ദിവസങ്ങളിൽ ഇരിപ്പാൻ മാറി മാറിയ താവിരിപ്പാൻ അങ്ങയുടെ ആലോചന ഞങ്ങൾക്ക് നൽകിയത് ഓർത്തും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതാവേ പിതാവിനോട് അല്ല സർവ്വശക്തനായ ദൈവത്തോട് രക്ഷകനായ യേശു ക്രിസ്തുവിനോട് പരിശുദ്ധാത്മാവിന്റെ കൂടെ താവ് ചില സമയങ്ങൾ വേറിട്ടിരിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ താവേ ഭവനങ്ങളെ വിട്ട് ഞങ്ങളുടെ അവസ്ഥകളെ വിട്ട് ഭാരങ്ങളെ വിട്ട് അതേപോലെ ദൈവസന്നിധി വന്ന് കൂടുവാൻ ഒരു സാവകാശം 3 ദിവസം കർത്താവ് ഒരുക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനുവേണ്ടി ദാസനെ താ മനസ്സിനെ അങ്ങ് ഉണർത്തനെയായി സ്തോത്രം ചെയ്യുന്ന ആ അവസ്ഥകൾ കണ്ട് ദൈവസന്നിധി അറിയുവാൻ അതേപോലെ ആ സന്തോഷാനുഭവം നൽകി ആ സന്തോഷം മറ്റനേകളെ പകരുവാൻ സമാധാനം പ്രാപിച്ച് ആ സമാധാന അതാ വിളക്കളായി തീരുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പ്രവർത്തിക്കായി സ്തോത്രം. പ്രാർത്ഥനായ സ്തോത്രം. അനുഗ്രഹിച്ചനായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ഒരു പാട്ടുകൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ 2024 വർഷം നവംബർ മാസം 21 തീയതി വ്യാഴാഴ്ച നമുക്കിങ്ങനെ ദൈവസന്നിധി ആയിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കടന്നു എല്ലാ സഹോദരിമാർക്കും അച്ഛനും കൃത്യമായി ഭവനത്തിലായിരിക്കുന്ന വിനോദ് തോമസ് പാസ്റ്ററിനായി ബിനാൻഡിക്കായി സ്തോത്രം ചെയ്യുന്ന അവരെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം സ്തോത്രം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് അത് ലീഡ് ചെയ്യാനും കടന്നു വരാൻ ആവശ്യപ്പെട്ടു. സ്തോത്രം പ്രകാരം വരുവാൻ ദൈവസന്നിധിയെ സൂക്ഷിപ്പാൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വലിയ ദേവദാസനെ കുടുംബത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് സ്തോത്രം ദിവസങ്ങൾ വലിയ മറുപടി നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചെങ്കടൽ വിഭാഗിച്ച ദൈവത്തിന് 40 വർഷം കഴിഞ്ഞിട്ട് യോർദാൻ വിഭാഗിക്കുവാൻ ദൈവത്തിന് ശക്തിക്ക് കുറവില്ലായിരുന്നു. ചെങ്കടൽ ദൈവം വിഭാഗിച്ചു. 30 ലക്ഷം ജനം വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും 40 വർഷം കഴിഞ്ഞപ്പോൾ ആൾ മാറി, നേതാക്കന്മാർ. മോശം മാറി, യോശുവയായി. സ്തോത്രം. സ്ഥലം മാറി. ഇവിടെ ചെങ്കടലാണ്, അവിടെ യോർദാന. ആൾക്കാർ ജനക്കൂട്ടം മാറി. ചുരുക്കം ജലമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 പേര്, യോശുവയും കാലേബും. പ്രൈസ് ദി ലോർഡ്. ജലം മാറി, സ്ഥലം മാറി, നേതാക്കൾ മാറി, വർഷം മാറി. ദൈവപ്രവൃത്തിക്ക് മാറ്റമില്ല പാസ്റ്റർ. ദൈവപ്രവൃത്തിക്ക് മാറ്റം. തൻ്റെ ജനത്തിനു വേണ്ടി അന്നും ഇന്നും പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാകുന്നു. ശക്തനല്ല നമ്മുടെ മധ്യയുള്ള ദൈവത്തിനായ സ്തോത്രം. നമ്മുടെ കൂടെയുള്ള കർത്താവിനായ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഔഷധം പാസ്റ്റർ 10-20 വർഷം മുമ്പേ തുടങ്ങി പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും അല്ലാതെയൊക്കെ തന്നെ പ്രശ്നത്തിൽ പറയുന്ന കൂട്ടായ്മയുടെ ദൈവത്തിന് നമുക്ക് നല്ലോണം അറിയാം. കൂട്ടായ്മ വരുമ്പോൾ എല്ലാവർക്കും കൈയടിച്ച് ആരാധിക്കാമല്ലോ, എന്തുവേണം ചെയ്യാം. സ്തോത്രം. പക്ഷെ കൂടെ നടക്കുന്ന യേശു ക്രിസ്തുവിനെ, കൂടെ നടക്കുന്ന യേശുവിനെ, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ കൂടെ നടക്കുന്ന അവൻ നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവാണ്. സ്തോത്രം. വേറെ കൂട്ടായ്മയിൽ വന്ന് ബലമുണ്ടാക്കി ശക്തി നൽകി പോകുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം, നമ്മുടെ കൂടെ നടക്കുന്ന രക്ഷകൻ. സോ നമ്മുടെ ആവശ്യം നന്നായി അറിഞ്ഞ് അത് നമുക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നവൻ.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മുടിക്ക് വേണ്ടി ബൈബിൾ പറഞ്ഞ കാര്യം, മുടി അത് എണ്ണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മുടിയില്ല. സ്തോത്രം. അത് വെട്ടുന്നുണ്ടാ. അപ്പം ഈ മുടി അല്ലാതെ പോയി നമ്മുടെ സഹോദരിമാർക്ക് ധാരാളം പൊടി, എൻ്റെ ഭാര്യക്കണേ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തെന്നൊന്ന് തൂത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ ഇത് പൊഴിയുന്ന പോലും ഞാൻ എന്നും മിക്കയിടത്തും പറയുകയും ചെയ്യും. ഞാനോ പുള്ളിക്കാരനെയോ അത് ഞങ്ങൾ പോലും ഇത് ഓർക്കാറില്ല, സ്വത്രം പറയാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും സ്വത്രം ചെയ്യും. അത് മുടിക്ക് വേണ്ടിയേ, ജീവനില്ലാത്ത സാധനമാണ്, പക്ഷെ ദൈവം തന്നതല്ലേ. അത് എണ്ണപ്പെട്ടിരിക്കുന്ന വീടിനെ അറിയുന്നു എന്നൊക്കെയാണ് വചനം പറയുന്നത്. അപ്പം അത്രയും നമ്മളെ കരുതുന്ന ദൈവമാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ രോഗം, എൻ്റെ മക്കളുടെ വിഷയം, വീടില്ലാത്ത വിഷയം, ഇതെല്ലാം ദൈവം അറിയുന്നില്ലേ? പക്ഷെ അവിടെ സ്തോത്രം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും ഇല്ലായ്മയിലും സ്തോത്രം ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവാത്മാവ് ഓർപ്പിച്ച ഒരു 2 വാക്യങ്ങൾ അതിനോട് ചേർന്ന് വേറെ 3 വാക്യം കൂടി വേഗത്തിൽ വായിപ്പിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റർ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നെ ആ ദിവസങ്ങളൊക്കെ ഇന്ന് തൊട്ടൊരു കാര്യമായിരുന്നു. സ്തോത്രം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായി സുവിശേഷം മാത്രം ഈ ദിവസങ്ങളൊക്കെ, ഈ മാസങ്ങളൊക്കെയുള്ള ഞങ്ങളുടെ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ദൈവാത്മാവ് അതിങ്ങനെ ഇടപെട്ടത്. അതോർത്ത് സ്തോത്രം ചെയ്ത് എനിക്കൊരു ആശ്വാസം കർത്താവ് നൽകിയതിനായി സ്തോത്രം. മത്തായി സുവിശേഷം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം പുറപ്പെട്ടു പോയി. അപ്പോൾ തീർന്ന ശേഷം, ഉപദേശം തീർന്ന ശേഷം, ഇതിനോട് ചേർന്ന് തന്നെ ലൂക്കോസ് സുവിശേഷം 7:1 നമ്മൾ വായിക്കേണ്ട. അവിടെ പറയുന്നത് ജനത്തോട് അവൻ ഉപദേശിച്ച ശേഷം അവൻ പുറപ്പെട്ടു പോയി. അപ്പോൾ ഉപദേശം വളരെ ആവശ്യമാകുന്നു. ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 100ഓളം തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ വചനം കാക്കണം, നിങ്ങൾ എൻ്റെ വചനം കാക്കണം, എൻ്റെ പ്രമാണം കാക്കണം. അയ്യോ കർത്താവെ, അപ്പോൾ ആരെങ്കിലും അത് കട്ടുകൊണ്ട് പോകും? കാക്കാൻ പറഞ്ഞത് മുത്തനെയല്ല നമുക്ക് കാക്കുന്നത്, അല്ലേ? മുത്ത് നമുക്ക് മുത്തൊന്നും ഇല്ല, എങ്കിലും പറയാം, മുത്തോ അല്ലെങ്കിൽ വിളപ്പൊടി, ഇപ്പോൾ സ്വർണ്ണമോ, ഇതൊക്കെ നമ്മൾ കാക്കുന്നത്. സെക്യൂരിറ്റി പോലും വെക്കും, ബാങ്കിൽ പണത്തിന് വേണ്ടിയും ഗോൾഡിന് വേണ്ടി സെക്യൂരിറ്റി. അപ്പോൾ കാവൽ ചെയ്യുന്നത് വിലപിടിപ്പുള്ള കാര്യമാണ്. ദൈവം പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ കാവൽക്കാർ. എന്തിൻ്റെ? ദൈവവചനത്തിൻ്റെ കാവൽക്കാർ. എങ്ങനെയാ അത്? പ്രമാണിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വചനം കാക്കുന്നു. അതേ ലോകജാതികൾ പറയുമോ ഇതുപോലത്തെ ദൈവം ഇല്ലെന്ന്, ഇതുപോലത്തെ ജാതിയും ഇല്ല. അതിപ്പോൾ ഇപ്പം പറയുന്നുണ്ടോ ഇതുപോലത്തെ ജാതി ഇല്ലെന്ന്, അവരുടെ ലോകാർത്ഥത്തിൽ പറയാം. സ്തോത്രം. പക്ഷേ ഇതുപോലെ ജാതിയില്ല, ദൈവമില്ല, ഇതുപോലെ പ്രമാണമുള്ളവർ ഇല്ലാന്ന് ബൈബിളിലെ വാക്യങ്ങളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഇവിടെ ഒന്ന് കാണുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച ശേഷം അവൻ പട്ടം തോറും പുറപ്പെട്ടു പോയി. 2-ാം വാക്യം, യോഹന്നാൻ മതിയാണ്. 2 പുറപ്പാട്, 2 ഗുരുക്കന്മാരെ കാണാൻ സാധിക്കും, യേശുവും യോഹന്നാനും. അവർക്ക് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ ജീവിതാവസാനം അവതാളത്തിലായി. യേശു തന്നെ പ്രവൃത്തി ചെയ്തു, നിവർത്തിച്ചു. യേശുവിന് മുന്നോടിയായിട്ടാണ് യോഹന്നാൻ സ്നാപകനെ അയച്ചത്. പക്ഷെ പുള്ളിയുടെ അവസ്ഥ എന്ത് ചെയ്യും? അപ്പോൾ കാരാഗ്രഹം വരെ ശക്തിയോടെ സർപ്പസന്ധിയെ വിളിച്ചു, ഹേരോദാവിനെ വെല്ലുവിളിച്ചു, ഒക്കെ ചെയ്തതാണ്. പക്ഷെ കാരാഗ്രഹത്തിലായപ്പോൾ കഷ്ടതയും ഞെരുക്കവും സങ്കടവും വന്നപ്പോൾ മനസ്സ് ക്ഷീണിച്ചു പോയി, മനസ്സ് ഇടറിപ്പോയി. ചോദിക്കുകയാണ്, നീ തന്നെയോ? സ്നാനപ്പെടുത്തിയ ആളാണ്, അല്ലേ? യോഹന്നാൻ സ്നാനപ്പെടുത്തിയ ആളാണ് യേശു. ആ യേശു അത്ഭുതം അടയാളം ചെയ്തെന്ന് കേട്ടപ്പോൾ യോഹന്നാന്, അയ്യോ, എന്നിട്ട് ഞാനിവിടെ കിടന്നിട്ട് വന്നു കണ്ടില്ലല്ലോ, ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. നമ്മുടെയും കംപ്ലൈൻ്റ് അതല്ലേ, പാസ്റ്റർ ഇവിടെ ഈ അറ്റം വരെ വന്നില്ല, പാസ്റ്റർ ഒന്നും വന്ന് നോക്കിയില്ല, അല്ലെങ്കിൽ വിശ്വാസി സെക്രട്ടറി വന്നില്ല, വിശ്വാസി വന്നില്ല, ആൻറ്റി കൈ തന്നില്ല, അങ്കിള് അച്ചായൻ കൈ തന്നില്ല, പാസ്റ്റർ കൈ തന്നു. വേറെ സഭയിൽ പോയപ്പോൾ കൈ കൊടുക്കാത്തതുകൊണ്ട് പിരിയുക, സഭ വിട്ട് പോവാണ്. കൈ കൊടുക്കാത്തതുകൊണ്ട് സഭ വിട്ട് പിരിയുക. എന്ത് ചെയ്യും? അപ്പോൾ യോഹന്നാൻ അതേ പറ്റി. സ്തോത്രം. അത്രയും നാൾ താൻ അത്ഭുതം, വലിയ കാര്യങ്ങൾ ചെയ്തതാണ്, താൻ അത്ഭുത അടയാളമൊന്നും ചെയ്തില്ല. ഒറ്റ ഒരു പേന പോലും ശക്തി ബലം കൊണ്ട് എടുത്തില്ല. പക്ഷെ തൻ്റെ നാവിനാൽ സുവിശേഷം അറിയിച്ചു, മാനസാന്തരപ്പെടുവാൻ പറഞ്ഞു, അത് വഴി ഒരുക്കി. ആയിരക്കണക്കിന് ജനങ്ങൾ സ്നാനമേറ്റു. എന്നിട്ട് എന്താ, ഒരു കൂട്ടർ പോയി എവിടെ? എഫെസോസ് വരെ. അത് പൗലോസ് കണ്ടു. പൗലോസ് ശുശ്രൂഷ ചെയ്യുമ്പോൾ എഫെസോസിൽ വെച്ച് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന് 1 മുതൽ വാക്യങ്ങൾ കാണാൻ സാധിക്കും. അവർ യോഹന്നാൻ്റെ സ്നാനമേ ഏറ്റിട്ടുള്ളൂ എന്ന്. അപ്പോൾ എവിടെ വരെ പോയി? ഇസ്രായേലിൽ നിന്ന് അവർ എഫെസോസ്, വേറെ രാജ്യമായിട്ടാണ്,
മണിക്കൂറോളം യാത്ര ചെയ്യണം. അവിടെ അപ്പോഴും ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ പേര് യോഹന്നാന്റെ ഉപദേശത്തിൽ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. യേശുവിടെ സ്ഥാനപ്പെടുത്തി പെന്തക്കോസും വന്നു, അത്ഭുതം അടയാളം നടന്നു. പക്ഷെ അവരൊരു കൂട്ടരുണ്ട് ഒന്നുമില്ലാത്ത ആൾക്കാർ. ഇങ്ങനെ പലപ്പോഴും സ്തോത്രം. കർത്താവ് എന്ത് ഏൽപ്പിച്ചോ, എന്ത് കാര്യം ആഗ്രഹിക്കുന്നോ അതിൽ നിൽക്കാതെ വേറെ പലതും കേട്ടു പോകുന്ന അനേക ദുരുപദേശങ്ങൾ. യോഹന്നാനെ പിന്നെ ദുരുപദേശമായിട്ടോ, അത് ദുരുപദേശമാണ്. കാരണം മാനസാന്തര സ്ഥാനമല്ലല്ലോ. താൻ തന്നെ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിനാലും തീയാലും പരിശുദ്ധാത്മാവിനാലും തീയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. എന്നിട്ട് ഇപ്പോഴും നടക്കുന്ന സ്ഥാനമോ ആ ശിഷ്യന്മാർ ചെയ്തത് അവർ യോഹന്നാന്റെ മാനസാന്തര സ്ഥാനം മാത്രം. സ്തോത്രം. അപ്പോൾ മനുഷ്യൻ എന്ത് പറ്റി? അവസാനം പിന്മാറ്റം അല്ലെങ്കിൽ അവിശ്വാസം വന്നു. നീ തന്നെയോ എന്ന് ചോദിപ്പിച്ചു. വാള് കൊണ്ട് തലയൊക്കെ വെട്ടി. ശരിയാ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ പോയാലും അതെ, ഈ ഭൂമിയിൽ വെച്ച് ജനിക്കുന്ന സ്ത്രീയാൽ ജനിക്കുന്ന എല്ലാവരും ഏത് മനുഷ്യനും അത് യോഹന്നാനെക്കാളും ചെറിയവനാണ്. പക്ഷെ സ്വർഗത്തിലോ ഏത് വിശ്വാസി, സാധാ വിശ്വാസി പോയാലും അവരെക്കാൾ ചെറുതാണ് യോഹന്നാൻ. അപ്പോൾ എന്ത് ചെയ്തു? അത്രയും വർഷം. അപ്പോൾ ഏറ്റവും അവസാനം ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു, ഏറ്റവും അവസാനമാണ് ആവശ്യം, അന്ത്യമാണ് ആവശ്യം. ഞാൻ ആദ്യം ഓടി, ശരിയാ, കർത്താവ് ഓടുമാറാക്കി, നന്നായി. പക്ഷെ അവസാനം വരെ നിൽക്കുന്നവൻ ഭാഗ്യവാൻ. മരണപര്യന്തം, നമ്മൾ സ്നാനപ്പെടുമ്പോൾ പറയുന്നതാണല്ലോ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ. എളുപ്പകാരിയല്ല. അതുകൊണ്ടാണ് സഭയെ ആക്കിയത്. അതുകൊണ്ട് നമ്മളെ സഭയിലാക്കിയത് എന്ത് വേണ്ടി? നാം ക്ഷീണിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തെ ദൈവം ഉണർത്തിക്കുന്നു. സ്തോത്രം. നമ്മൾ ചോദിക്കുമോ, ഇപ്പോൾ അമ്മാമയെക്കുറിച്ച് ഒരു ഉദാഹരണം, ഒന്നുമില്ല, ആ പുള്ളിക്കാരത്തി എന്ത് ചെയ്യാനാണ്, അവർ തന്നെ ഇഷ്ടംപോലെ ദുഃഖങ്ങളുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ വിഷയം കൂടി പക്ഷെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. പലർക്കും വേണ്ടി ദൈവാത്മാവ്, അല്ലെങ്കിൽ മാത്രമല്ല അന്യഭാഷ സംസാരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ രാത്രി സമയങ്ങളൊക്കെ ദൈവാത്മാവ് ഉണർത്തി അത് പ്രാർത്ഥിപ്പാൻ ഉണർത്തുന്നു എങ്കിൽ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആകുന്നു. മാത്രം ആ പ്രാർത്ഥനയിൽ ആർക്കൊക്കെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അറിവുണ്ട്, പ്രാർത്ഥനയിൽ പേരുണ്ട്. ഞാൻ വിനോദ് പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷേ അവരുടെ മക്കളുടെ വിഷയം, അവരുടെ അവരുടെ സഭയുടെ വിഷയം അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവാത്മാവ് എന്നെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഹല്ലേലൂയ, കർത്താവ് എന്ത് ചെയ്തു? അപ്പോൾ പക്ഷെ എന്താ അവസാനം തൻ്റെ വളരെ അതുകൊണ്ട് ആ വചനം പറയുന്നത്, നിങ്ങൾ എബ്രായലേഖനം 3:11 വാക്യം പറയുന്നത്, നിങ്ങളിൽ ആരും അവിശ്വാസം എന്നുള്ളൊരു ദുഷ്ട ഹൃദയം വരുവാൻ ഇടയാറുണ്ട്. ആർക്കും വേണമെങ്കിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മളെ ക്ഷീണിപ്പിച്ച് ആ ക്ഷീണത്തിൽ അവിശ്വാസ വാക്കുകളോ ചിന്തകളോ അവൻ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിശ്വാസം ദൈവം പറയുന്ന ദുഷ്ടഹൃദയം. അതുകൊണ്ടാണ് ഹവ്വ അമ്മച്ചിയും അതേ ആദാമിനെയും തള്ളി ഇട്ടത്. ആ അവിശ്വാസത്തെ ജയിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. അതിനുവേണ്ടിയാണ് നമുക്ക് സഭയെ തന്നത്. കർത്താവ് എന്തൊക്കെ, സർവശക്തനായ ദൈവം എന്തൊക്കെ തന്നു? ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. പുത്രൻ തന്നെത്താൻ ത്യജിച്ചു, തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന് ഗലാത്യ സഭയ്ക്ക് ദൂത് തന്നു. അപ്പോൾ ദൈവം തന്നു, പിതാവായ ദൈവം തന്നു, പുത്രൻ തന്നു. ഹല്ലേലൂയ. മാത്രമല്ല എന്ത് തന്നു? താൻ അവരുടെ പരിശുദ്ധ ആത്മാവിനെ തന്നു. നല്ല ദാനമായ ആത്മാവിനെ തന്നു. സഭയെ ദൈവം നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു സ്വർഗരാജ്യം, കനാൻ ദേശം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യതയെ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അപ്പോൾ ഇവിടെ ആ രണ്ട് കൂട്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്കിലും അതിൽ നിന്ന് അത്രയും ആ ഒരു ആവശ്യം, ആ തൻ്റെ ക്ഷീണിച്ചു പോയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആർക്കും തന്നെ ആരെങ്കിലും അത് നമ്മളോ നമ്മുടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ വേണ്ടി ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുന്നു. തള്ളിക്കളയാൻ വേണ്ടിയല്ല, അവരെ ഓർത്തൊന്ന് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ. സ്തോത്രം. അതിനോട് ചേർന്ന് ഹല്ലേലൂയ. അതേ 3 വാക്യങ്ങൾ സെഫനിയ പ്രവാചകന്റെ പുസ്തകം, സെഫനിയാവ് 3:5. സെഫനിയാവ് 3:5. മതി. യഹോവ അതിൻ്റെ മധ്യേ, ദൈവസഭയുടെ മധ്യേ, നമ്മുടെ മധ്യേ നീതിമാൻ ആകുന്നു. മുമ്പേ നമ്മൾ വായിച്ചു, യഹോവ നമ്മുടെ മധ്യേ വലിയവനാകുന്നു. ഇവിടെ പറയാണ് യഹോവ അതിന് മധ്യേ നീതിമാനാകുന്നു. 3:15. യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. അത് വായിച്ചോ? ഇല്ല, 15 തുടക്കം മുതൽ വായിച്ചേ. ഇസ്രായേൽ രാജാവായ യഹോവ
നിങ്ങളുടെ മധ്യമുണ്ട്. രാജാവായി, ശത്രുക്കളെ നീക്കുവാനുള്ള രാജാവായി, രാജാതി രാജാവായി അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. സ്തോത്രം. നീതിമാനായ ദൈവം നമുക്കിവിടെ നീതി നടത്തി തരുവാൻ. നാം മനുഷ്യനോട് നീതി പറയണ്ട, നമുക്ക് നീതി ഈ ലോകത്തിൽ കിട്ടത്തില്ല. പിന്നെ കർത്താവ് തന്നെ നമ്മുടെ മധ്യേ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നീതി നടത്തി തരുന്ന ദൈവമാകിയ സ്തോത്രം. 17 വാക്യം കൂടി, 17. രക്ഷിക്കുന്ന വീരനായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. നമ്മുടെ ഏതൊരു അവസ്ഥയിലും നമ്മളെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. നീതി നടത്തി തരുവാൻ, വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ, നമുക്ക് വേണ്ടി അതേ ശത്രുവിൽ നമ്മളെ വിടുവിപ്പാൻ രാജാതി രാജാവായി നമ്മുടെ കൂടെ ഉണ്ട്. അവസാനം പറയാണ്, അതേ രക്ഷകനായി നമ്മുടെ കൂടെ ഉണ്ട്. ഏത് അവസ്ഥയിൽ നിന്നും ഏത് അനുഭവത്തിൽ നമ്മൾ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ക്ഷീണിച്ച് പോവേണ്ട, ഭാരപ്പെട്ട് പോവേണ്ട. കർത്താവ് നമുക്ക് വേണ്ടി ഓരോ സമയത്തും ഓരോ നിമിഷവും നമുക്ക് വേണ്ടി ആവശ്യമുള്ള വിടുതൽ, നമുക്ക് വേണ്ടി ആവശ്യമുള്ള അത്ഭുത പ്രവൃത്തികൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് എത്രത്തോളം ആയുസ്സോടെ ബലത്തോടെ ആയിരിക്കുന്നത് ഒരു അത്ഭുത പ്രവൃത്തിയാകുന്നു. സ്തോത്രം. നമ്മുടെ ഈ പ്രായത്തിൽ മറ്റനേകർ ഭവനങ്ങളിൽ കിടപ്പാകുമ്പോൾ, മറ്റനേകർ ആശുപത്രിയിൽ അഭയം തേടുമ്പോൾ നമുക്ക് ഇത്രത്തോളം ആയുസ് മാറി നൽകിയത് അവന് മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അതേ നമ്മുടെ ഉള്ള അവസ്ഥയെ നമ്മുടെ കൂടെയുള്ള കർത്താവ് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത വാഗ്ദത്ത വചനം ഇന്ന് ഈ നിമിഷം നമുക്ക് നിവൃത്തിയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നാം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. സ്കാനിങ്ങിന് പോയാലും സ്കാനിങ്ങിൽ എല്ലാം മനസ്സിലാകത്തും ഇല്ല. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം, ശരീരത്തിലെ ക്രിയാറ്റിൻ കൂടുമായിരിക്കും, ഷുഗർ ഡൗൺ ആവുമായിരിക്കും, പ്രഷർ കൂടുമായിരിക്കും. സ്തോത്രം. അതായത് ഞരമ്പ്, സ്തോത്രം, അത് ഹല്ലേലൂയ. അതിന് പ്രഷർ, ആ പ്രഷർ വേറെയാ, ഈ പ്രഷർ വേറെയാ. തലയിലെ ഷുഗർ വേറെയാണ്, പ്രഷർ വേറെയാ. ഇത് ഞരമ്പ് പൊട്ടുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ പ്രഷർ കൂടി ഞരമ്പ് പൊട്ടാതെ കർത്താവ് പരിഭാഷനായ സ്തോത്രം. വടി വെച്ച് ബസ്സിൽ വെച്ച് അത് ബസ്സിൽ കയറാൻ നേരത്തും ഇറങ്ങാൻ നേരത്തും വീഴാതെ നിന്നത് സ്തോത്രം. വണ്ടി ഓടിക്കുമ്പോൾ വേറെ വണ്ടി, ഇന്നത്തെ കാലത്ത് അതാണല്ലോ, വേറെ വണ്ടികളൊന്നും വേണ്ട, വേറെ മനുഷ്യർ വന്ന് കുടിയെ ചാടാതെ നിന്ന് സ്തോത്രം. നായ വന്ന് ചാടിയ മതിയല്ലോ, പോവും. പക്ഷെ അവനെ നമ്മൾ ഉള്ളങ്കയിൽ വഹിച്ചു രക്ഷിക്കുന്ന ദൈവം. സ്തോത്രം. കർത്താവ് വചനം പറയുന്ന പോലെ അവൻ ദാവീദിനെ മാത്രമല്ല, അവൻ പൗലോസ് മാത്രമല്ല സിംഹത്തിന് വായിന്ന് വിടുവിച്ചത്. ബൈബിളിലെ 3 ആൾക്കാരാണ്, ദാവീദ്, ദാനിയേല്, പൗലോസ്. ഈ 3 പേരെയും ദൈവം സിംഹത്തിനെ വായിന്ന് വിടുവിച്ചു. അവരെ മാത്രമല്ല ദൈവജനമേ, നിങ്ങളെയും നമ്മളെയും കർത്താവ് ഇന്ന് വരെ പിശാചായ സിംഹത്തിനെ വായിൽ നിന്ന് വിടുവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നത്. അതുകൊണ്ടല്ല അവൻ എപ്പോഴും അലറുന്ന സിംഹം എന്ന പോലെ നമുക്കെതിരായി നിൽക്കുമ്പോൾ അത് യഹൂദാ സിംഹത്തിന്റെ ഗോത്രത്തിന്റെ സിംഹമായവൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവ് എന്നും നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. കർത്താവ് ഈ വചനങ്ങൾ നമ്മൾ അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യട്ടെ. അതേ ബലവാനായ ദൈവം, നീതിമാനായ കർത്താവ്, ഹല്ലേലൂയ, ആശ്വാസദായകനായവൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ യുദ്ധത്തിൽ അതേ ഭാരപ്പെട്ട് പോകാതെ എന്റെ കർത്താവ് കൂടെ ഉണ്ട് എന്ന ധൈര്യത്തോടെ, ആ ബലത്തോടെ, ഹല്ലേലൂയ, എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഓടും. സ്തോത്രം. അവനോട് വൻകാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് ഓടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ അതേ ശുശ്രൂഷ കർത്താവ് സഹായിച്ച സന്ധ്യാസമയത്തെ ശുശ്രൂഷകളും അതുപോലെ നാളെയും മറ്റന്നാളത്തെ ശുശ്രൂഷകളും ദൈവദാസന്മാരെയും ദൈവമക്കളെയും കടന്നു വരുന്ന എല്ലാവരും ദൈവസ്ഥം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭവനത്തെയും ദൈവദാസൻ കുടുംബത്തെയും അവർ ഉപാസനായിരിക്കുന്നല്ലോ അവരെ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെ പിതാവേ സ്തുതിക്കുന്നു. ഓ രാജാ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാജാവേ വാഴ്ത്തുന്നേ, സ്തുതി. സ്തോത്രം. നന്ദി രാജാ. ആമേൻ. കഥാപ്രാർത്ഥനകളായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മറുപടി നൽകിയതിനായി സ്തോത്രം ചെയ്യാം. വിശ്വാസത്തോടെ ബലത്തോടെ പോകാൻ കർത്താവ് നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം
വിശ്വഭാവന കൂട്ടായ്മയും സഹവാസം നമ്മുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിശുദ്ധ മേലും ഉപാസനായിരിക്കുന്ന ദേവദാസൻ കുടുംബത്തിന്മേലും മറ്റുള്ള ദൈവമക്കളുടെ മേലും ദൈവസഭയുടെ മേലും പ്രവർത്തനങ്ങളുടെ മേലും വിദേശത്തിന്റെ മേലും ലോകമ്പാടുള്ള വിശുദ്ധന്മാരുടെ മേലും ഇസ്രായേലിന്റെ മേലും ഇന്ന് ഈ ഉച്ച സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽ യേശു ക്രിസ്തു നിമിത്തം പൂർണ്ണ ജയം നൽകിയ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ക്ഷണിച്ച സ്തോത്രം ദേവദാസൻ കുടുംബത്തിനോടും സഭയോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് താളമായി അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് 6:30 പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ട്. സാവകാശമുള്ളവർക്ക് കാണുന്നുണ്ട്.